നമസ്കാരം. PV അൻവർ MLA സ്ഥാനം രാജിവെച്ചു. മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് രാജി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. UDF-ന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിച്ചു. VD സതീശനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ അൻവർ മാപ്പ് ചോദിച്ചു. ക്ഷമാപണം സ്വീകരിക്കുന്നതായി സതീശൻ അറിയിക്കുകയും ചെയ്തു. അൻവർ ഉയർത്തിയ രാഷ്ട്രീയ പോരാട്ടം. ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ ആദ്യം PV അൻവർ MLA. ശ്രീ PV അൻവർ, കഴിഞ്ഞ 6-7 മാസമായി ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഒരു സമാപ്തി ഇന്ന് കണ്ടു താങ്കളുടെ രാജിയോടെ. എനിക്കറിയേണ്ടത് ഇനിയുള്ള കാര്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് താങ്കൾ വ്യക്തമാക്കി. അതിനർത്ഥം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ നിന്ന് മത്സരിക്കുന്നില്ല എന്നാണോ? ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണോ? ഇതൊന്നും അതിനൊരു അർത്ഥമില്ല. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പാർലമെൻ്ററി രംഗത്ത് നിന്ന് പിന്മാറിയെന്നോ ഇനി ജീവിതത്തിൽ ഒരിക്കലും മത്സരിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയുകയില്ല, അത് സാധ്യവുമല്ല. ഇപ്പോൾ താങ്കളിപ്പോൾ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നത് ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായിരിക്കും. UDF-ന് നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിണറായി സത്തെ പരാജയപ്പെടുത്താനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ താങ്കൾ അത് കാണുന്നു. ഈ നിരുപാധിക പിന്തുണ ഈ ഒരൊറ്റ ഉപതെരഞ്ഞെടുപ്പിന് മാത്രം ബാധകമായ ഒന്നാണോ? ഇപ്പം അത്രയല്ലേ ഉള്ളൂ. ഈ നിരുപാധിക പിന്തുണ ഒരു തെരഞ്ഞെടുപ്പല്ലേ ഇപ്പം നടക്കുന്നുള്ളൂ. 4 തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ 4ലും ഈ പറഞ്ഞതുപോലെ നിരുപാധിക പിന്തുണ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെ രാജ്യത്തോട് കൂടിയിട്ട് ആയിട്ടുള്ളൂ. ചിലപ്പോൾ ആ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വേറെ ചില രാജ്യങ്ങളും ഉണ്ടായേക്കാം. അവിടെയും ഉപതെരഞ്ഞെടുപ്പ് വരാൻ സാധ്യതയുണ്ട്. അവിടെയും നിരുപാധിക പിന്തുണ തന്നെയായിരിക്കും. ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-ന് നിരുപാധിക പിന്തുണ എന്ന് പറയുമ്പോൾ താങ്കളുടെ അറസ്റ്റിന് ശേഷം താങ്കൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഒറ്റയ്ക്കുള്ള പോരാട്ടമില്ല, UDF-നൊപ്പം പോരാടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ UDF ഒരു ഘടകകക്ഷി ആക്കുമെന്നാണോ പ്രതീക്ഷ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഒരു ചർച്ച നടത്താൻ തൃണമൂൽ കോൺഗ്രസ് ആയിട്ടില്ലല്ലോ. ആയി വരുന്നല്ലേ ഉള്ളൂ. എന്നെ ചർച്ചയ്ക്ക് വിളിക്കണമെങ്കിൽ ഞാൻ റിക്വസ്റ്റ് കൊടുക്കണ്ടേ? ഞാൻ എന്ത് ബേസിലാണ് കൊടുക്കുക? PV അൻവറിനെ ചർച്ചയ്ക്ക് വിളിക്കണം എന്ന് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ അടുത്തുണ്ടായിരുന്ന DIC ആണ്, DMK ആണ്. അത് വന്നിട്ട് സോഷ്യൽ മൂവ്മെൻ്റ് ആണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയതിന് ശേഷം അതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ TMC വഴി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്പീക്കർ ഞാൻ കൊടുത്തിരിക്കുന്ന എൻ്റെ റെസിഗ്നേഷൻ സ്വീകരിക്കേണ്ടതുണ്ട്. അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു എന്ന് എന്നെ അറിയിക്കേണ്ടതുണ്ട്. അതറിയിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് മറ്റൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ മെമ്പർഷിപ്പ് എടുത്ത് ആ പാർട്ടിയുടെ ഭാഗമായിട്ട് വേണം ബാക്കിയുള്ള പാർട്ടിയുടെ സ്ട്രക്ചറുകൾ തീരുമാനിക്കാൻ. അങ്ങനെ തീരുമാനിക്കപ്പെട്ട ഒരു സ്ട്രക്ചറിൽ ഒരു പാർട്ടി എന്ന നിലക്ക് TMCയെ ഞങ്ങളെ UDF-ൽ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ റിക്വസ്റ്റ് കൊടുക്കണ്ടേ? അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോഴല്ലേ UDF-ന് അത് ആലോചിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും അതൊക്കെ വെറും ചർച്ചകളല്ലേ. UDF-ൽ എടുക്കില്ല എന്നും പറഞ്ഞെന്നൊക്കെ പറയുന്നത്. അതെ, അല്ല, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് താങ്കൾ അതിന്റെ പ്രധാന നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ ചില ധാരണകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. തൃണമൂൽ കോൺഗ്രസ് നേരത്തെ ബംഗാളിന് പുറത്തേക്ക് വളരാൻ ഗോവയിലും അതുപോലെ തന്നെ ത്രിപുരയിലും ശ്രമിച്ചിരുന്നു. 2 അറ്റംപ്റ്റും വലിയ വിജയം നേടിയില്ല. തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും പശ്ചിമ ബംഗാളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ താങ്കളോട് മമതാ ബാനർജിയോ അഭിഷേക് ബാനർജിയോ പറഞ്ഞോ? മേഘാലയയിൽ MLA-മാരുണ്ട്. മേഘാലയുണ്ട്. ഞാൻ പറയുന്നത് മറ്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, കേരളത്തെ സംബന്ധിച്ചൊരു പ്ലാൻ മമതാ ബാനർജിയോ അഭിഷേക് ബാനർജിയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതേക്കുറിച്ചൊരു ചർച്ച നടന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതൊക്കെ വളരെ വിശദമായി ചർച്ച നടന്നുകൊണ്ടാണല്ലോ ഈ മലയോര വിഷയത്തിൽ പാർട്ടി TMC പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും പാർലമെൻറ്റിൽ ആ വിഷയം ഇന്ത്യ മുന്നണിയുമായി ചർച്ച ചെയ്ത് പാർലമെൻറ്റിലൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് 1972 ഈ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ മാറ്റം വരുത്തണം, കാലോചിതമായ മാറ്റം വരുത്തണം എന്ന നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിൽ പ്രധാന ഭാഗം കേരളമാണല്ലോ, അതും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മമതാ ബാനർജിയുടെ രാഷ്ട്രീയം അടിസ്ഥാനപരമായി CPM വിരുദ്ധ രാഷ്ട്രീയമാണ്. അതവർ ഒരു കാലത്തും വെള്ളം ചേർത്തിട്ടുമില്ല. BJP വിരുദ്ധവുമാണ്. മമതാ ബാനർജി കേരളത്തിൽ വന്ന് CPM-നെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നുണ്ടോ? അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും താങ്കളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനം പ്ലാൻ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതുണ്ടാകും അഭിലാഷ്.
തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോഴല്ലേ അത് ഒരു 1-2 മാസത്തെ ഞങ്ങളുടെ ഒരു വർക്ക് നടത്തേണ്ടതുണ്ട്. ജില്ലാ കമ്മിറ്റികളും താഴേക്കുള്ള കമ്മിറ്റികളും പറ്റാവുന്ന സ്ഥലത്തെല്ലാം രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ മലയോര മേഖലയിലെ കർഷക സംഘടനകളുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ അൺഒഫീഷ്യലായിട്ട് കുറേ കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള പല ആളുകളുമായി സംസാരിച്ച് ഈ പാർട്ടിയിൽ ആളെത്തിക്കണം. അങ്ങനെ ഒരു പാർട്ടിയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് മിനിമം സ്ട്രക്ചറെങ്കിലും ആകുന്ന ഒരു ഘട്ടത്തിലാണ് ദീദി ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു രൂപീകരണ സമ്മേളനം ഉണ്ടാവും. മമതാ ബാനർജി പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ താങ്കളാണ് നിലവിലെ മുൻപ് DMK ആയിരുന്ന ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആവാൻ പോകുന്ന പാർട്ടിയിലെ പ്രധാന നേതാക്കൾ. മറ്റ് നേതാക്കൾ, പ്രാദേശിക നേതാക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ MLA അല്ലെങ്കിൽ ആ നിലയ്ക്ക് പ്രാമുഖ്യമുള്ള ആളുകളില്ല. കൂടുതൽ ആളുകൾ സമാന മനസ്കർ താങ്കളുടെ പാർട്ടിയിലേക്ക് വരുമോ? അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? താങ്കൾ മുൻപ് സ്വതന്ത്രനായി മത്സരിച്ച CPM ആ പാർട്ടിയുടെ അണികളോ നേതാക്കളോ ആരെങ്കിലും ഈ പുതിയ പാർട്ടിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? താങ്കൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുമോ? അഭിലാഷ്, ഞങ്ങൾ ഒരുപാട് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ വിഷയം നമുക്കൊരു പൊളിറ്റിക്കൽ പാർട്ടി വേണം, അതും ഒരു സ്ട്രെങ്ത്തുള്ള ബേസിലുള്ള ഒരു പാർട്ടി വേണം. അത് ഈ സംസ്ഥാനത്തിൽ ബേസ് ഇല്ലെങ്കിലും ബേസ് നമുക്കുണ്ടാക്കാം. പക്ഷേ ആ പാർട്ടിക്ക് നല്ലൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം, ലീഡർ ഉണ്ടായിരിക്കണം, അവർ ആൻറ്റി ഫാസിസ്റ്റ് ആയിരിക്കണം. ഇതായിരുന്നു ഡിസ്കഷൻ. ആ ഡിസ്കഷൻ കഴിഞ്ഞ് ഇപ്പോൾ അത് ആൾമോസ്റ്റ് ഒരു 90% എത്തി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ പല വിഭാഗത്തിൽപ്പെട്ട പലതരത്തിൽപ്പെട്ട ലീഡേഴ്സും പ്രവർത്തകരും സാമൂഹിക സംഘടനകളൊക്കെ നമ്മളുമായി ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോയി പാർട്ടിയെ ശക്തിപ്പെടുത്തി ആ പാർട്ടിയുടെയും കൂടി ശക്തി ഉപയോഗിച്ച് പിണറായിസം തിരിച്ച് അധികാരത്തിൽ വരുന്നത് 2026 തടയുന്ന ഒരു രാഷ്ട്രീയത്തിനായിരിക്കും ഞങ്ങൾ പ്രിഫറൻസ് നൽകുക. അത് മാത്രമാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. കൂടെ നേതാക്കളും ഉണ്ടാകും എന്ന് തന്നെ കരുതാം. ഓക്കെ. ഇപ്പോൾ താങ്കൾ പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള പോരാട്ടം എന്ന്, അത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ നടത്തിയാൽ എത്രമാത്രം എഫക്റ്റീവ് ആവും എന്നുള്ള ഒരു സംശയം താങ്കൾക്കും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ PV അൻവറിന്റെ പാർട്ടി എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു വോട്ട് കട്ടറായി നിൽക്കാതെ ഒരു മുന്നണിയിൽ അംഗമാവുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ഈ പറഞ്ഞ താങ്കൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം വിജയിക്കാൻ നല്ലത്. അപ്പോൾ UDFന്റെ ഒരു സ്വാഭാവിക ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് മാറും എന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? ഇല്ല, അത് ഞാൻ എപ്പോഴും പ്രതീക്ഷയുള്ള ആളാണല്ലോ, അഭിലാഷണൊക്കെ അറിയുന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രതീക്ഷ ആ ലക്ഷ്യത്തേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അത് ഒരു അക്കമഡേറ്റ് ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗിന് അനുകൂല സമീപനമാണ് വളരെ പ്രകടമായി അവർ പറഞ്ഞില്ലെങ്കിലും ഈ താങ്കളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിലൊക്കെ വളരെ പോസിറ്റീവായ റെസ്പോൺസ് ആയിരുന്നു മുസ്ലിം ലീഗിന്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കും, വിശേഷിച്ച് K സുധാകരന്. VD സതീശൻ ഇന്നത്തെ താങ്കളുടെ ക്ഷമാപണത്തോടുകൂടി, അത് സ്വീകരിച്ചതോടുകൂടി ആ കാര്യത്തിൽ, അതായത് VD സതീശൻ ഉണ്ടായിരുന്ന ഒരു വിപ്രതിപത്തിയും കൂടി മാറി എന്ന് തോന്നുന്നുണ്ടോ? അത് സ്വാഭാവികമല്ലേ. അദ്ദേഹത്തെ സംബന്ധിച്ച് വിപ്രതിപത്തി മാത്രമല്ല, അദ്ദേഹത്തിനൊരു ആശ്വാസമുള്ള ദിവസമായിരിക്കും. ഞാനും ആഗ്രഹിച്ചതാണ്. കാരണം ഈ കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് 2-3 തവണ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. രാഷ്ട്രീയ വിഷയമായാലും ഇപ്പോൾ ഈ മലയോര വിഷയമായാലും എൻ്റെ അറസ്റ്റായാലും ഒക്കെ. അപ്പോഴൊന്നും അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം എന്നോട് അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല, ഒരിക്കൽ പോലും. അദ്ദേഹത്തിൻ്റെ ആളുകളും ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അത് എൻ്റെ ഒരു മനസാക്ഷിയുടെ ഒരു വിഷയമായിരുന്നു. ആ നിലക്ക് തന്നെ അത് പറയേണ്ട ഒരു അവസരം കൃത്യമായി വന്നപ്പോൾ അദ്ദേഹത്തോട് അത് പറയുകയും ക്ഷമയോദിക്കുകയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് പറയേണ്ടത് എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം എന്ന നിലക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്കും ഭയങ്കര ആശ്വാസമില്ല, അദ്ദേഹത്തെക്കാളും ആശ്വാസം സത്യം പറയുകയാണെങ്കിൽ എന്ന് എനിക്കാണ്. അതോടുകൂടി സതീശനുമായുള്ള പ്രശ്നം അവസാനിച്ചു, ആ കാര്യം, ആ അധ്യായം അടഞ്ഞു. തീർച്ചയായിട്ടും. ഇല്ലെങ്കിലും അത് അതിൻ്റെ മുമ്പും ഈ വിഷയങ്ങൾ, ഇത് രാഷ്ട്രീയമല്ലേ, എല്ലാവർക്കും അറിവുള്ളതാണ്. അതിലപ്പുറമൊന്നുമില്ല. ഇതൊരു മാനസിക ആശ്വാസം പറഞ്ഞ എനിക്കും കേട്ട് എന്താ പറയുക, പ്രയാസത്തിലായ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ആ പാർട്ടിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണല്ലോ. ഒപ്പം അതുമായി ബന്ധപ്പെട്ട
ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ പി ശശിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. താങ്കൾ പറയുന്നത് പച്ചക്കള്ളമാണ്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ശശി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നിയമ നടപടി ആരംഭിച്ചിട്ട് കുറേ ആയല്ലോ, കുറേ കേസ് ഉണ്ടല്ലോ ഇപ്പോൾ ഡിഫമേഷൻ. അദ്ദേഹം സൈനിക നടപടി ആരംഭിച്ചല്ലോ, കേരളത്തിൽ ജനം കണ്ടല്ലോ. പോലീസ് ആക്ഷൻ ആയിരുന്നില്ലേ, സൈനിക നടപടി ആയിരുന്നില്ലേ? നൂറുകണക്കിന് പോലീസ് സൈറനിട്ട് വന്ന് വീട് ചുറ്റും വളഞ്ഞ് ആകാശത്തേക്ക് വെടിവെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താ തോക്കെടുക്കാൻ മറന്നുപോയതാണോ എനിക്കറിയില്ല. അപ്പോൾ ഈസ് ആൾറെഡി സ്റ്റാർട്ടഡ് ഈസ് ആക്ഷൻസ്. അതിൻ്റെ ഒരു ഭാഗം എന്നതിലപ്പുറം എന്താ ഉള്ളത്? ഒപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ താങ്കൾ സജസ്റ്റ് ചെയ്യുണ്ടായി, VS ജോയി. പക്ഷേ പുതുതായി മുന്നണിയിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ആ മുന്നണിയെ പിന്തുണയ്ക്കുന്നതോ ആയ ഒരാളുടെ സജഷൻ അനുസരിച്ച് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റുമോ? താങ്കൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്തത് ഒരു കടന്ന കൈയായി പോയില്ലേ? ഒരിക്കൽ അത് അവർക്ക് റിക്വസ്റ്റ് ആരോടും നടത്താമല്ലോ. അതൊരു ഡിമാൻഡോ ഓർഡറോ ഒന്നും അല്ലല്ലോ. റിക്വസ്റ്റ് ഇപ്പോൾ എനിക്ക് ആരോടും നടത്താം, താങ്കൾക്കും ആരോടും നടത്താം. അപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിൽ ശങ്കരൻ ആന എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. നല്ല മിടുക്കൽ ആനയായിരുന്നു. അത് അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വലിയ കൊമ്പ. അങ്ങാടിയിലിരിക്കുന്ന മുഹമ്മദ് പറഞ്ഞ ഒരാൾ ചോദിച്ചു ഈ പണിയൻ്റെ അടുത്ത്, രമേശനാ പണിയൻ്റെ പേര്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്, രമേശ ഒരു കൊമ്പ് കൊടുത്ത് തരടാന്ന് ചോദിച്ചു. അപ്പം എന്തായി, ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങൾ കൊമ്പോ? അല്ല ചോദിക്കാൻ തന്നോ തന്നു, അത്രേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി എ റിക്വസ്റ്റ്. അങ്ങനെ കണ്ടാൽ മതി. അല്ല, കോൺഗ്രസ് പാർട്ടി ആ റിക്വസ്റ്റ് സ്വീകരിക്കുന്നില്ല എന്ന് കരുതുക. ആര്യാടൻ മുഹമ്മദ് വർഷങ്ങളായി മത്സരിച്ച് ജയിച്ച സീറ്റാണ്. താങ്കൾ ജയിക്കാൻ തുടങ്ങിയത് മുതലാണ് ആ ആര്യാടൻ യുഗം അവിടെ അവസാനിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാലും ഈ നിരുപാധിക പിന്തുണ ഉണ്ടാവുമോ? 100% പിന്തുണയ്ക്കും. പക്ഷേ 30,000-40,000 വോട്ടിന് ജോയിയെ ജയിപ്പിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ ഏറ്റു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കേൾക്കാൻ കഴിയില്ല. ജോയിക്ക് വേണ്ടി ഞാൻ എങ്ങനെ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതുപോലെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കും. പക്ഷേ വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നാട്ടിലെ വോട്ടർമാരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആ ഭൂരിപക്ഷവും വിജയമൊന്നും എനിക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല. അല്ല, പിന്തുണയ്ക്കുമോ? 100%. എന്താ സംശയം? UDF ആരെ തീരുമാനിച്ചാലും ഓക്കെ. അല്ല, പ്രവർത്തിക്കും. അപ്പൊ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രശ്നം എന്താണ്? ആര്യാടൻ ഷൗക്കത്ത് അവിടെ മുമ്പ് താങ്കൾ LDF ഉള്ളപ്പോൾ താങ്കളുടെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു. ഇപ്പോൾ താങ്കളുടെ പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സതീശനുമായി പാച്ചപ്പായല്ലോ എന്ന് പറഞ്ഞതുപോലെ ആര്യാടൻ ഷൗക്കത്തുമായും നേർക്കുനേർ ഇരുന്നാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിക്കൊരു പ്രശ്നവുമില്ല. ഷൗക്കത്തിൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ഡിസ്റ്റൻ്റ് ബന്ധുവാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ അവിടുത്തെ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിൻ്റെ അവസാനത്തെ ആണിയാണ് ഈ അടിക്കാൻ പോകുന്നത്. ആ ആണി അടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 10-30,000 വോട്ടിൻ്റെങ്കിലും മിനിമം ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് ആ പിണറായിസത്ത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ, 2019 123 സീറ്റിനായിരുന്നു പാർലമെൻറ്റ് ഇലക്ഷനിൽ കേരളത്തിൽ UDF ഭൂരിപക്ഷം ഉണ്ടായിരുന്നത്. ആ 123 സീറ്റ് ജയിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം, അതാണ് ഇവിടെ കേരളത്തിൽ നടക്കേണ്ടത്. അതിനുള്ള ആദ്യത്തെ ആണിയടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അഭിലാഷ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ UDFും LDFും ആ സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാട് നിലനിർത്തി, അതുപോലെ തന്നെ എറണാകുളം നിലനിർത്തി, ഈ പറയുന്ന ചേലക്കരയിൽ CPM നിലനിർത്തി. ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാകണം. CPMൻ്റെ ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ പോവുകയാണ് UDF. ആ ഒരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതും 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അതാണ് ഈ പിണറായി സർക്കാരിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുള്ള അവസാനത്തെ ആണിയടി. അതുദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ VS ജോയി മത്സരിക്കുന്നു, ജയിക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു UDF സ്ഥാനാർത്ഥി ജയിക്കുന്നു എന്ന് വിചാരിക്കുക. അയാളാണല്ലോ അവിടുത്തെ സിറ്റിംഗ് MLA. UDFിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് സിറ്റിംഗ് MLA-മാരെ വീണ്ടും മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. 1.5 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതേ സ്ഥാനാർത്ഥി തന്നെ ആയിരിക്കുമല്ലോ നിലമ്പൂരിൽ വീണ്ടും ജനവിധി തേടുക. അവിടെയാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന താങ്കളുടെ രാഷ്ട്രീയ സ്പേസ് അപ്പോൾ എവിടെയായിരിക്കും? അല്ല, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ വേറെ ഈ 139 സീറ്റ് ഇവിടെ ബാക്കിയില്ലേ? എനിക്ക് എവിടെ വേണമെങ്കിലും മത്സരിച്ചുകൂടെ? എനിക്കെന്താ നിലമ്പൂർ മാത്രമേ മത്സരിക്കാൻ പറ്റുന്ന എന്തടിസ്ഥാനം? എനിക്കൊരു ഒരു ആ ഒരു മണ്ഡലത്തിലോ അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുള്ള ആളല്ല.
ഞാൻ കേരളത്തിൻ്റെ പല മണ്ഡലങ്ങളിലും ഒരുപാട് ആളുകളുമായിട്ട് നേരിട്ടും അല്ലാതെയും ബന്ധമുള്ള വ്യക്തിബന്ധങ്ങളുള്ള ഒരുപാട് സീറ്റുകൾ എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അതൊക്കെ അന്ന് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇവിടെ ജോയിനെ മത്സരിച്ചോട്ടെ, അതിനെന്താ കുഴപ്പം? ഒരു ആലോചന ഉണ്ടാവില്ല. ഇപ്പൊ ഏറനാട് ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ്. അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഒഴിവുള്ള സീറ്റ് എന്ന് പറയാൻ പറ്റുന്നത് കോൺഗ്രസിന്റെ സീറ്റുകളാണ്. എക്സസൈസ് അഭിലാഷ്, പൊന്നാനിയും തവനൂരും അത് രണ്ടും കോൺഗ്രസിന്റെ സീറ്റുകളാണ്. ഞാൻ പോയി കോൺഗ്രസിന്റെ സീറ്റ് പറഞ്ഞോളൂ. ഞാൻ ജയിക്കുന്ന സീറ്റ് പോയി മത്സരിച്ച് ജയിച്ചു വന്നവനല്ലല്ലോ, ആണോ? ഞാൻ ജയിക്കുന്ന സീറ്റിൽ ഒരിക്കലും അല്ലെങ്കിൽ ഇന്ന കോട്ടയിൽ പോയിട്ട് അനുകൂലമായ ഒരു തരംഗത്തിലല്ല ഞാൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് അതെന്നെ സംബന്ധിച്ചൊരു വിഷയമേ അല്ല. താങ്കളെ സംബന്ധിച്ച് വിഷയമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ UDF സംബന്ധിച്ച് അങ്ങനെ ജയിക്കാത്ത സീറ്റുകൾ എന്ന് പറയുന്നത് പറയാനില്ല. പൊന്നാനിയും തവനൂരുമാണ് അവിടെ LDF സ്ഥിരമായി ജയിച്ചു വരുന്നത്, പിന്നെ നിലമ്പൂരും. ബാക്കി ഒഴിവുള്ള സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേരളം മലപ്പുറം മാത്രമല്ലല്ലോ. താനൂർ എന്ന് പറയുന്നത് വളരെ ചെറിയ UDF ജയിക്കാൻ പറ്റുന്ന, പൊന്നാനി ആണെങ്കിലും തവനൂരായാലും താനൂരായാലും UDF ജയിക്കാൻ പറ്റുന്ന സീറ്റുകൾ തന്നെയാണ്. ആയിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത്. മലപ്പുറം മാത്രമല്ലല്ലോ, പിന്നെയും 124 സീറ്റ് 13 ജില്ലകളായിട്ട് സ്പ്രെഡായി കിടക്കില്ലേ. താങ്കളുടെ ഒരു ഹോം ടർഫ് എന്ന് പറയുന്നത് മലപ്പുറം അല്ലേ? മലപ്പുറത്തിന് വലിയ കാര്യമില്ല ക്വസ്റ്റ്യനിലൊന്നും. കണ്ണൂര് മത്സരിക്കോ? പിണറായി വിജയനെതിരെ മത്സരിക്കാൻ തയ്യാറാണോ? പിണറായി മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ മത്സരിക്കോ? ഒരു തർക്കമില്ല. UDF അനുവദിച്ചാൽ മത്സരിക്കും. അല്ല, അങ്ങനെ ഒരു UDF അനുവദിച്ചാൽ ഞാൻ മത്സരിക്കും. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? അല്ല, അങ്ങനെ അത് സ്വാഭാവികമല്ലേ. ഞാൻ ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഏറ്റുമുട്ടൽ അവസാനത്തെ ജനവിധി ആയിരിക്കുമല്ലോ അത്. അങ്ങനെ പിണറായി വിജയൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും, ഉറപ്പ് തന്നെ. അടുത്ത തവണ അദ്ദേഹം 2 ടേം നിബന്ധന അനുസരിച്ചാണെങ്കിൽ മത്സരിക്കേണ്ട ആളല്ല. മത്സരിക്കുമോ എന്ന് അറിയില്ല. ചിലപ്പോൾ റിലാക്സേഷൻ ആ കാര്യത്തിൽ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റായ ധർമ്മടത്താണ് അദ്ദേഹം മത്സരിക്കുക. ഒരു പേടിയും പേടിക്കേണ്ട അഭിലാഷ്, അദ്ദേഹം മത്സരിച്ചിരിക്കും. അപ്പൊ ധർമ്മടത്തെ അടുത്ത സ്ഥാനാർത്ഥിയാവാനും റെഡിയാണ്. അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം എവിടെ മത്സരിക്കുന്ന വെച്ചാൽ അവിടെ. അല്ല, ധർമ്മടമാണല്ലോ അദ്ദേഹത്തിന്റെ സീറ്റ്. തലശ്ശേരി സീറ്റ് ഒഴിവ് വരുന്നുണ്ട്. വേണമെങ്കിൽ P ശശിയെ ആ മണ്ഡലത്തിൽ പരിഗണിക്കാവുന്നതാണ്. എന്നൊന്നും പറയാൻ പറ്റില്ല. അഭിലാഷേ, ആ ധർമ്മടത്തിലൊക്കെ ഈ പാർലമെന്റ് സീറ്റിൽ ആരാ മുന്നേറിയത്? UDF സ്ഥാനാർത്ഥിയല്ലേ? അതല്ലേ ധർമ്മടത്തിന്റെ സ്ഥിതി? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നമ്മൾ ഈ പറഞ്ഞ UDF അല്ലേ അവിടെ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നേരിയ ലീഡ്, കഴിഞ്ഞ തവണ ജയിച്ച അത്രയില്ലെങ്കിൽ നേരിയ ലീഡ് LDF-നാണ്. ഓക്കെ അഭിലാഷ്, ഇതെന്താ അറിയോ, പണ്ടായിരുന്നു ഉറച്ച കോട്ട, ഇളക്കം പറ്റില്ല, തൊടാൻ കഴിയില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉറച്ച കോട്ടകളുടെയൊക്കെ കാലം കഴിഞ്ഞു. എല്ലാം ഇളകിയ കോട്ടകളാ, ഇളകിയ കോട്ടകൾ. ഞാൻ മത്സരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതിൽ തന്നെ പിണറായി വിജയനെതിരെ മത്സരിക്കാനാണ് താല്പര്യം. UDF അനുവദിച്ചാൽ പിണറായിക്കെതിരെ മത്സരിക്കും. അതാണല്ലോ പറഞ്ഞത്. കാരണം ഞാൻ ഈ പറഞ്ഞതിന്റെ റിസൾട്ട് ഒന്ന് അറിയണ്ടേ ജനങ്ങൾക്ക്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ UDF സംബന്ധിച്ച് UDF വാതിൽ തുറക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. UDF സംബന്ധിച്ച് താങ്കളെ എടുക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഇപ്പോൾ താങ്കൾക്ക് UDF ചേരുന്നതിന് എന്തെങ്കിലും നിബന്ധന ഉണ്ടോ? ഇത്ര സീറ്റെന്നോ, അല്ലെങ്കിൽ ഒരു നെഗോസിയേഷൻ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത്ര പ്രാതിനിധ്യമെന്നോ, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകളോടുകൂടിയാണോ UDF പോവുക? ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞില്ലേ. 3.5 കോടി ജനങ്ങളോട് 2 തവണയായിട്ട് ഞാൻ പറയുന്ന നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഡിമാൻഡാ? അല്ല, അത് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഞാൻ ചോദിക്കുന്നത്. നിരുപാധികം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പിണറായിയെ താഴെ ഇറക്കാൻ നോ അത് മനസ്സിലായി. ഞാൻ പറഞ്ഞ നിരുപാധിക പിന്തുണ നിലമ്പൂർ ഇലക്ഷനല്ല. പിണറായിയെ താഴെ ഇറക്കാനുള്ള UDF പോരാട്ടത്തിനാണ് നിരുപാധിക പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ തുടരും. പിന്നെ എനിക്ക് ഇത്ര സീറ്റ് വേണം, എനിക്ക് ആ സീറ്റ് തരണം, ഈ സീറ്റ് വേണമെന്ന് പറഞ്ഞ് എനിക്ക് പോകാൻ പറ്റുമോ? അതൊക്കെ അവരാണ് മാന്യമായി പരിഗണിക്കേണ്ടത്. ദാറ്റ് ഈസ് അപ് ടു ദം. അല്ല, അക്കാര്യത്തിൽ ഈ ജയിലിൽ കിടന്നതിന് ശേഷമുള്ള അനൗദ്യോഗിക ചർച്ചകളിലോ ആശയവിനിമയങ്ങളിലോ ഏതെങ്കിലും ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടോ? നല്ല അക്കോമഡേഷൻ ഉണ്ടാവും, നന്നായി തന്നെ അൻവറിനെ പരിഗണിക്കുമെന്ന് ആരെങ്കിലും ഇതിനോടകം പറഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം സോഫ്റ്റ് ആയിരുന്നു.
അല്ല, അങ്ങനെയൊന്നും ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. അതിലെ നേതൃത്വത്തിലെ വലിയ മാന്യതയുള്ള നേതാക്കന്മാർ UDF ലീഡർഷിപ്പിലുണ്ടെന്ന് നമുക്കറിയാലോ. നമ്മൾ മാന്യമായ ഒരു പിന്തുണ നൽകുമ്പം അത് മാന്യമായിട്ട് അവരത് കൈകാര്യം ചെയ്തോളൂ. അത്തരത്തിൽ അതിന് പറ്റിയ തറവാട്ടുകാർ അതിലുണ്ടല്ലോ. അപ്പം ഞാനതൊരു ഇതിനൊരു ഡിമാൻഡാക്കി വെച്ചുകൊണ്ടുള്ളൊരു സംസാരത്തിന് ഞാനില്ല. എൻ്റെ ലക്ഷ്യം അതല്ല. എൻ്റെ ലക്ഷ്യം ഞാൻ ആദ്യം പറഞ്ഞ ഈ ആൻറ്റി പിണറായിസം, അടുത്ത ഗവൺമെൻറ് UDF വരണം, ഇത് രണ്ട് കാര്യമാണ്. അല്ല, അതിലൊരു റിസ്ക് ഇല്ലേ ശ്രീ PV അൻവർ? കാരണം ശരി, താങ്കൾ നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കുന്നു, UDF അത് സ്വീകരിക്കുന്നു, ഓക്കെ. പക്ഷെ ഒരു മുന്നണി പ്രവേശം എന്നുള്ള കാര്യം ഇല്ല എങ്കിൽ, അതായത് അക്കാര്യത്തിലൊരു മുൻകൂട്ടി ഒരു ഉറപ്പ് ഇല്ല എങ്കിൽ താങ്കൾ അവസാനം ഒറ്റയ്ക്കായി പോയാലോ? ഞാൻ എപ്പോഴും ഒറ്റക്കാണല്ലോ, അറിയാലോ. അല്ല, ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരുന്നു ഇത്രയും കാലം. ഇനി അത് വേണ്ട, ഞാൻ UDF-നൊപ്പം എന്നാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പറഞ്ഞത്. അതെ, അതിന് എൻ്റെ തീരുമാനം അങ്ങനെയാണത്. ഇനി അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, അവരല്ലേ തീരുമാനിക്കേണ്ടത്. അതെ. അപ്പോൾ ഇനി UDF എന്ത് നിലപാടെടുക്കുന്നു, UDF എന്ത് തീരുമാനമെടുക്കുന്നു എന്ന് കാത്തിരിക്കുകയാണ്. താങ്കളെ പോലെ രാഷ്ട്രീയ കേരളവും അത് കാത്തിരിക്കുന്നു. UDF-ന്റെ തീരുമാനം കൂടി വരട്ടെ. വളരെ നന്ദി ശ്രീ PV അൻവർ ഈ വേളയിൽ സംസാരിച്ചത്. താങ്ക് യു അഭിലാഷ്. ഇപ്പോൾ UDF-ന്റെ തീരുമാനം ശ്രീ KP നൗഷാദ് അലി അൻവർ പറഞ്ഞു, താങ്കൾ കേട്ടിട്ടുണ്ടാവും. അൻവർ സർവാത്മന പിന്തുണയ്ക്കുകയാണ് UDF-നെ. പിണറായി വിജയനെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ UDF ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ വരെ PV അൻവർ നിശ്ചയിച്ചു തന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല, സ്വീകരിക്കല്ലേ? അല്ല, ഇവിടെ ഈ അൻവറിന് ഇത്തരത്തിലുള്ള ചില പ്രയോറിറ്റികൾ നിശ്ചയിക്കുന്നതിൽ ചിലയിടങ്ങളിലൊക്കെ അൻവർ വീഴ്ച കാട്ടുന്നതാണ് അൻവറിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതുപോലെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇതേ സമീപനമാകാമായിരുന്നു. പക്ഷേ അദ്ദേഹം മറിച്ചാണ് കാര്യങ്ങൾ നീക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനിടയിൽ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയ വ്യക്തത കുറവുണ്ട്. കാരണം അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയത്തിലൊന്നും ഇരുമ്പൊലക്കെ അല്ല, ഇതൊക്കെ വിഴുങ്ങാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ നയവും ആദർശവും ഒക്കെ പിന്നെ സമയബന്ധിതമായിട്ട് മാറ്റുന്ന, കൂടുവിട്ട് കൂടുമാറുന്ന ഒരു സിസ്റ്റമല്ല രാഷ്ട്രീയത്തിൻ്റേത് എന്നുള്ള ആ ഒരു കാര്യം കൂടി അദ്ദേഹം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ നിന്ന് നിരുപാധികം പിന്മാറുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയുകയും അദ്ദേഹം അതിനുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അത് കേരള രാഷ്ട്രീയത്തിലൊരു ഇദം പ്രഥമമായുള്ള നടാടെയുള്ള ഒരു സംഭവമാണ്. കേരളം വളരെ കൗതുകത്തോടെയാണ് അത് നോക്കിക്കണ്ടത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചൊക്കെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇരുന്നു കൊണ്ട് സ്വയം അബദ്ധമെന്ന് ബോധ്യമുള്ളതൊക്കെ പറയുന്നൊരു സാഹചര്യം, ഇത്തരത്തിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ അപക്വ നിലപാടുകൾ അൻവർ തിരുത്തി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അപക്വമായ ധാരാളം നിലപാടുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ശ്രീ KP നൗഷാദ് അലി UDF സർവാത്മന സ്വാഗതം ചെയ്താൽ, എടുത്ത് UDF-നകത്ത് വെച്ചാൽ പിന്നീട് ബാധ്യതയാകുമോ, മറ്റൊരു PC ജോർജ് ആകുമോ എന്ന ഭയം, എന്ന ആശങ്ക UDF നേതൃത്വത്തിന് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവണ്ടേ? അല്ല, UDF നേതൃത്വം എന്ന് പറഞ്ഞാൽ പരിണതപ്രജ്ഞരായ ഒരുപാട് മലരികളും ചുഴികളും ഒക്കെ കണ്ട് അതിനെ അഭിമുഖീകരിച്ച വലിയ അനുഭവ സമ്പത്തുള്ള നേതാക്കൾ അടങ്ങുന്ന ഒരു ബോഡിയാണ് UDF ഇതുവരെ ഇത്തരമൊരു കാര്യം ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് പക്വമായ ഒരു തീരുമാനത്തിലെത്താനുള്ള നേതൃ മികവ് UDF-നുണ്ട്. അത് ആ സമയമാവുമ്പോൾ പ്രകടിപ്പിക്കുമെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. UDF-ലെ പ്രബല ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഏതായാലും പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന അൻവറിന്റെ മുദ്രാവാക്യവും അതിനാനുപാതികമായി അദ്ദേഹം സർക്കാരിനെതിരെ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കഴമ്പുള്ള ഒന്നാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UDF അത് നോക്കിക്കാണുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയമല്ല, ഇത് പുരോഗമിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം എന്ന ഒരു സമീപനമാണ് എന്തായാലും ഇപ്പോൾ UDF കൈക്കൊള്ളുന്നത്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അൻവർ പിണറായിസം പരാജയപ്പെടണം, അതിനുവേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്, നിരുപാധികമായി UDF-നെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി VS ജോയി അല്ല, ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിലെങ്കിലും ഞാൻ പിന്തുണയ്ക്കും. ഭൂരിപക്ഷം കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പ്രശ്നം. അപ്പോൾ
പിണറായി വിരുദ്ധ CPM വിരുദ്ധ രാഷ്ട്രീയത്തിന് പുതിയ ഒരു ചിഹ്നം കൂടി, മുഖം കൂടി കിട്ടുകയാണ്. അത് UDF സഹായകരമാവില്ലേ? അത് UDF സഹായകരമാകുമോ എന്നൊക്കെ ഉള്ളത് വരുന്ന ആളുകൾ തീരുമാനിക്കേണ്ടത്, നമ്മളൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ അൻവറിനെ പോലുള്ള ഒരാൾ, അയാൾ തന്നെ പറയുന്ന അയാൾ ഒരു ഒറ്റയാനാണെന്നാണ്. പക്ഷേ രാഷ്ട്രീയം ഒറ്റയന്മാരുടെ മേഖലയല്ല. ഒറ്റയന്മാർക്ക് മറ്റു പല ബിസിനസ്സും ചെയ്യാൻ പറ്റും. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ സാമൂഹ്യമായ, വളരെ ദേശീയമായ താല്പര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാശയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അൻവറിനൊരാശയവുമില്ല. അൻവർ എന്തുമാകും, എങ്ങനെയുമാകും. അപ്പോൾ ആ അൻവർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എന്തിനെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഒതളങ്ങ വർത്തമാനങ്ങളാണ് അയാൾ നിരന്തരമായി തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അദ്ദേഹം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചപ്പോൾ പ്രതിസ്ഥാനത്ത് കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറിക്ക്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹം എഴുതി നൽകിയ കത്തില് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചു. സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹം നൽകിയ കത്ത് അദ്ദേഹം തന്നെ പുറത്തുവിട്ടു. ആ വിവാദങ്ങൾ വന്നപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു. പക്ഷെ അദ്ദേഹം മറുപടി കൊടുത്തില്ല. ഇപ്പോൾ അത് കോടതിയിൽ പോയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണം നടന്നു. അതിന്റെ പിറകിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ദുരാരോപണം നടത്തി. ആ കാര്യത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി. അദ്ദേഹം മറുപടി നൽകിയില്ല. അതും ഇപ്പോൾ എന്താണ്, കോടതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്തും വിളിച്ചു പറയും, എന്താരോടും ഉന്നയിക്കും. ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെയോ നേരിടുക എന്നുള്ളതല്ല. ആളുകളുടെ മുമ്പിൽ നാട്ടു പറയില്ലേ, എല്ലാം പറഞ്ഞു നാറ്റിച്ച് അവസാനിപ്പിക്കുക. അങ്ങനെ പറഞ്ഞു നാറ്റിക്കുന്ന ഒരൊറ്റയാന്റെ ഈ രീതിയിലുള്ള കളികൾ, മാതൃഭൂമി ചാനൽ പോലുള്ള ഒരു ചാനൽ ഇത്ര സമയമെടുത്ത് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇദ്ദേഹം പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? ഇവിടെ UDF പ്രതിനിധി, എൻ്റെ സുഹൃത്ത് നൗഷാദ് അലി, അദ്ദേഹം എന്താണ്, ഒരു ഭാഗത്ത് ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ ഉന്നയിക്കുന്ന പിണറായി വിജയനായിട്ടുള്ള ആരോപണങ്ങൾ വളരെ കാര്യമാത്ര പ്രസക്തമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ കാര്യമാത്ര പ്രസക്തി? അദ്ദേഹം ആദ്യമായി ആരോപിച്ചത് മലപ്പുറം ജില്ലയിൽ വ്യാപകമായി കള്ളക്കടത്ത് സ്വർണം പിടിക്കുന്നു, ആ സ്വർണം പോലീസും ഒരു സംഘവും ചേർന്ന് കൊള്ളയടിക്കുന്നു. എന്താ അതിലെ വസ്തുത? എന്തെങ്കിലും വസ്തുതയുണ്ടോ? അൻവർ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, കസ്റ്റംസ് അല്ലേ സ്വർണം പിടിക്കേണ്ടത്, എന്തിനാ പോലീസ് പിടിക്കുന്നത്? ഇത് പ്രാഥമികമായി നിയമത്തെയും നിയമവാഴ്ചയും ഒക്കെ കുറിച്ച് അറിവുള്ള നമ്മൾ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ വാദങ്ങൾ മുഖവിലെടുക്കെടുക്കുമോ? നമുക്കെല്ലാവർക്കും അറിഞ്ഞൂടെ, ഈ കേരളത്തില് പ്രത്യേകിച്ച് കൊണ്ടോട്ടി പോലീസ് സ്വർണം പിടിക്കുന്ന അവസ്ഥ ഉണ്ടായത് എപ്പോഴാണ്? ഈ സ്വർണം കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ, അതിന്റെ ഭാഗമായി അതിൽ 5 ചെറുപ്പക്കാർ ദാരുണമായി മരണപ്പെടുന്നത് ഈ സംഭവങ്ങളെ തുടർന്നാണ്. ശരി, അപ്പൊ നമുക്ക് അതിന്റെ പറഞ്ഞു നിർത്തിക്കോട്ടെ. ഈ സംഭവങ്ങളെ തുടർന്നാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞു. അല്ല, അതൊക്കെ അൻവറിന്റെ പഴയ ആരോപണങ്ങളാണ്. ഇപ്പൊ പുതിയ ഒരു പോയിന്റ് അല്ല, അത് കംപ്ലീറ്റ് ചെയ്തു. പഴയ ആരോപണമല്ല, ആ പഴയ ആരോപണങ്ങളാണ് അയാൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നൗഷാദ് അലി പറയുന്നത്. ഞാൻ PV അൻവറിനല്ല മറുപടി പറയുന്നത്, നൗഷാദ് അലിക്കാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോ അത് ഭാരത ന്യായ സംഹിതയായി മാറി നമ്മുടെ CRPC. ആ CRPCയിലെ 102-ാം വകുപ്പ് അനുസരിച്ച് എന്തെങ്കിലും വസ്തുക്കളോ രൂപയോ കറൻസിയോ ഏതെങ്കിലും കൈവശം വെക്കുന്ന സംഘങ്ങൾ ഒരു നാട്ടിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പോലീസിന് അതിനിടപെടാൻ നമ്മുടെ CRPCയുടെ 102-ാം വകുപ്പ് അനുമതി നൽകുന്നില്ലേ? ആ 102-ാം വകുപ്പ് അനുസരിച്ചല്ലേ ഈ കള്ളക്കടത്ത് സംഘങ്ങളെ അറസ്റ്റ് ചെയ്ത്? അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ അയാളുടെ വീഡിയോ കൊണ്ടുവന്ന് അയാളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഇതാ കള്ളക്കടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം കടത്തുന്ന ആളുകളെ ഇവിടെ പോലീസ് വെട്ടിക്കുകയാണ്, അവരുടെ സ്വർണം പോലീസ് എടുക്കുകയാണ് എന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞു കള്ളക്കടത്ത് പിടിക്കാൻ കസ്റ്റംസിന് മാത്രമേ അധികാരമുള്ളൂ. അങ്ങനെ പോലീസ് പിടിച്ച സ്വർണമാണെങ്കിൽ കസ്റ്റംസിനെ ഏൽപ്പിക്കണ്ടേ? അദ്ദേഹത്തിന് നിയമം അറിയില്ല. അദ്ദേഹത്തിന് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നറിയില്ല. CRPCയുടെ 102-ാം വകുപ്പ് അനുസരിച്ച് മലപ്പുറം ജില്ലയിലെ പോലീസ് പിടിച്ചെടുത്ത സ്വർണം അത് അതാത് ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കൃത്യമായ നിയമ നടപടികളാണ്, കൃത്യമായ ജുഡീഷ്യൽ നടപടികൾക്ക് അത് വിധേയമാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണമാണോ നൗഷാദ് അലിയുടെ പാർട്ടി ഏറ്റെടുക്കാൻ പോകുന്നത്? ഇത്തരം ആരോപണങ്ങളാണോ? അപ്പൊ അദ്ദേഹം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ ഒറ്റയാൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? അധോലോക രാഷ്ട്രീയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ നിസാം സയ്യിദ്, ഇപ്പോ മലബാറിലെയോ മലപ്പുറത്തെയോ രാഷ്ട്രീയ സാഹചര്യം UDF പ്രതികൂലമല്ല, അനുകൂലമാണ് താനും. ഒരു രാഷ്ട്രീയ വെല്ലുവിളി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF നേരിടാത്തിടത്തോളം അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ UDF? ഒന്ന്, UDF സംബന്ധിച്ച് അൻവറിന്റെ
ചില നിലപാടുകൾ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രതികരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, തലവേദനയാകാവുന്നതാണ്. അനുകൂലമായ സാഹചര്യത്തിൽ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നായിരിക്കുമോ ഇപ്പോൾ UDF നേതാക്കൾ ചിന്തിക്കുക? അഭിലാഷ്, ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് രണ്ട് ധാരകൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അദ്ദേഹം ഒരു ദീർഘകാല ലക്ഷ്യങ്ങൾ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ കഴിവുള്ള, അതിനുള്ള രാഷ്ട്രീയ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം കോൺഗ്രസ്സുകാരനായാണ് തുടങ്ങിയത്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സിൽ അദ്ദേഹം ആര്യാടൻ മുഹമ്മദിൻ്റെ വിരുദ്ധ പക്ഷത്തായിരുന്നു. അദ്ദേഹം കരുണാകരനോടൊപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കരുണാകരൻ DIC ഉണ്ടാക്കിയപ്പോൾ DICയിലേക്ക് പോയി. പക്ഷേ കരുണാകരൻ DICയിൽ നിന്നും തിരിച്ച് കോൺഗ്രസ്സിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് മടങ്ങിയില്ല. അദ്ദേഹം സ്വതന്ത്രനായി നിന്നു. 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഏറനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചു. ഏറനാട് മണ്ഡലം നമുക്കറിയാം, LDFന് വിജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റല്ല, മുസ്ലിം ലീഗിനും UDFനും വലിയ ആധിപത്യമുള്ളൊരു സീറ്റാണ്. പക്ഷേ PV അൻവർ അവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചു. CPIയുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. CPI പിന്തുണ കൊടുത്തില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ച് ഏതാണ്ട് 47,000-ഓളം വോട്ട് നേടി. CPI സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥിയെ വെറും 2,700 വോട്ടിലൊതുക്കി തൻ്റെ വോട്ട് ക്യാച്ചിങ് കപ്പാസിറ്റി LDFനെ ബോധ്യപ്പെടുത്തി. ഭാവിയിൽ താൻ LDFൻ്റെ ഒരു അസറ്റാകും എന്ന് LDFനെ മനസ്സിലാക്കാനുള്ള ഒരവസരമായി ഏറനാട് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചയാളാണ് ശ്രീ PV അൻവർ. അതുപോലെ തന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിച്ചു, സ്വന്തം ശക്തി തെളിയിച്ചു. ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തൻ്റെ വോട്ട് ക്യാച്ചിങ് എബിലിറ്റീസ്, വോട്ടുകൾ ശേഖരിക്കാനുള്ള തൻ്റെ കഴിവ് തെളിയിച്ച ശേഷമാണ് അദ്ദേഹം LDF സ്ഥാനാർത്ഥിയാകുന്നത്, വിജയിക്കുന്നത്. അപ്പോൾ ഒരു ദീർഘകാല ഗോൾ സെറ്റ് ചെയ്ത് അതിലേക്ക് നടന്നെടുക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ബുദ്ധിയുള്ള, തന്ത്രജ്ഞതയുള്ള ഒരാളാണ് അൻവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേസമയം തന്നെ അദ്ദേഹം സാഹചര്യങ്ങളോട്, സന്ദർഭങ്ങളോട് വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ ആരംഭിക്കുമ്പോൾ ഇത്തരം ഒരു പരിണിതിയിലേക്കായിരിക്കും അത് എത്തുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടായിരിക്കില്ല അദ്ദേഹം അത് തുടങ്ങിയത് എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അറിയാവുന്നത്, എനിക്ക് വളരെ ഏറെക്കുറെ വ്യക്തമായി അറിയാവുന്നത്, അദ്ദേഹത്തെ ഈ നീക്കം തുടങ്ങാൻ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ പിണറായി സർക്കാരിൽ വളരെ സ്വാധീനമുണ്ടായിരുന്ന ചില ആളുകൾ, ആ കഴിഞ്ഞ സർക്കാരിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഓഫീസിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ചില ആളുകൾ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ശ്രീ മുഹമ്മദ് റിയാസും P ശശിയും ഈ ഓഫീസിൻ്റെയും ഭരണത്തിൻ്റെയും കൺട്രോൾ ഏറ്റെടുത്തോടുകൂടി അവരുടെ സ്വാധീനം കുറയുന്നു എന്ന് ബോധ്യമായ ചില ആളുകളാണ് അൻവർ സമാന ദുഃഖം പേറിയ അൻവറിനെ ഇത്തരം ഒരു പോരാട്ടം തുടങ്ങാൻ പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരം ഒരു പോരാട്ടം ആരംഭിക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസം അൻവറിനുണ്ടായിരുന്നു. അൻവർ വിചാരിച്ചത് താൻ LDFനെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരാളാണ്, താൻ ഒരു നിലപാടെന്നാൽ അദ്ദേഹം മുഹമ്മദ് റിയാസിനെതിരെ ഒന്നും പറഞ്ഞില്ല. ആദ്യഘട്ടത്തിൽ മുഹമ്മദ് റിയാസിനെ തനിക്ക് സ്പർശിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യം പോലീസുകാർക്കെതിരെ പ്രതികരിച്ചു, അജിത് കുമാറിനെതിരെ സുജിത് ദാസിനെതിരെ പ്രതികരിച്ചു, അജിത് കുമാറിനെതിരെ പ്രതികരിച്ചു, പിന്നീട് P ശശിക്കെതിരെ പ്രതികരിച്ചു. ഇതൊക്കെ പ്രതികരിക്കുമ്പോഴും തന്നെ പിണറായി വിജയനും LDFനും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു അൻവറുണ്ടായിരുന്നത്. പക്ഷേ ഇവരൊക്കെ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ ഒരു ശക്തി മനസ്സിലാക്കുവാൻ അൻവറിന് കഴിയാതെ പോയി. അതുകൊണ്ട് തന്നെ അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ള ആളുകൾക്ക് ഇതൊക്കെ കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ അൻവറിന് സമനില വിട്ടുപോയി. അൻവറിന് സ്വാഭാവികമായും അൻവറിന്റെ ഒരു രീതി പ്രതികരിക്കാൻ കഴിയാതെ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. ഇനി എന്ത് എന്നുള്ളതാണ് നമ്മുടെ അത്തരം ഒരു ചോദ്യം നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതിലാണ്. തൃണമൂൽ കോൺഗ്രസിനെ തെരഞ്ഞെടുത്തതിന് അൻവർ കാണുന്ന പല കാരണങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, UDFൽ പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തിയായി പ്രവേശിച്ചാൽ തനിക്ക് LDFൽ പ്രവേശിച്ച പോലെ ഒരു MLA ആയി മാത്രമേ തുടരാൻ കഴിയുള്ളൂ. ഒറ്റ അംഗമുള്ള നിയമസഭയിൽ ഒരംഗമുള്ള ഘടകകക്ഷിയാണെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗമായി, ആ ഘടകകക്ഷിയുടെ അംഗമായി UDFൽ പ്രവേശിച്ചാൽ
UDF മന്ത്രിസഭ രൂപീകരിച്ചാൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസിനെ പോലെ ഒരു സംസ്ഥാനത്തെങ്കിലും ഭരണമുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള അദ്ദേഹത്തിനെ സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയിൽ അദ്ദേഹം ചേരണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം DMK സമീപിച്ചത്. അത്തരം സാമ്പത്തിക ശക്തിയുള്ള ഒരു പാർട്ടി തന്നെ പിന്തുണയ്ക്കാൻ. പക്ഷേ DMK അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള ഒരു സ്വീകരണം നൽകിയില്ല. ചർച്ച തുടരുന്നു. പക്ഷേ ഹംസ പറക്കാട്ട്, ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ട് അൻവർ LDF വിട്ടു, പിന്നെ നിലപാടെടുത്തു, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇനി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു മികച്ച മെച്ചപ്പെട്ട അക്കോമഡേഷൻ UDFൽ കിട്ടുമെന്ന ആത്മവിശ്വാസമുണ്ടോ? ഒന്ന്, തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും തൃണമൂൽ കോൺഗ്രസും ബംഗാളിൽ പോലും സഖ്യത്തിലല്ല, ഡൽഹിയിൽ സഖ്യത്തിലല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സഖ്യത്തിലല്ല. ഇവിടെ ഇപ്പോൾ UDF മുന്നണിയിൽ എടുക്കുമെന്ന എന്തുറപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ചോദ്യം. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി PV അൻവറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാറിയത് ദേശീയ രാഷ്ട്രീയത്തിൽ ഉറച്ച മതേതര നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ് ശ്രീ മമതാ ബാനർജി എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. കേരളത്തിൽ അദ്ദേഹം കുറേ കാലങ്ങളായി ഉന്നയിക്കുന്ന മലയോര മേഖലയിലെ ആളുകളുടെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് അവിടെ കുടിയേറിയ കൃഷിക്കാരുടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, റബ്ബർ കർഷകരായാലും നാളികേര കർഷകരായാലും കവുങ്ങ് കർഷകരായാലും ഇഞ്ചി കർഷകരായാലും കപ്പ കർഷകരായാലും ഇവരെല്ലാം നിരന്തരമായി അനുഭവിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം, അല്ലല്ല അതിലേക്ക് പറഞ്ഞു വരുന്ന ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഉൾപ്പെട്ട LDF മുന്നണിയിൽ നിരന്തരമായി പല ഘട്ടങ്ങളിലായി അദ്ദേഹം ഈ സമരത്തിനും ഈ ഒരു പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിട്ട് മുന്നണിയുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇത് പൊതുസമൂഹത്തിലെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആ പൊതുസമൂഹം നൽകിയ പിന്തുണക്ക് ഒരു രാഷ്ട്രീയ പിൻബലം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം DMKയെ സമീപിച്ചത്. സ്വാഭാവികമായി നമ്മൾ ചർച്ച ചെയ്തു പോയതാണ്. DMKയുടെ കാര്യത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് അത് ബാനായി. പിന്നീട് അദ്ദേഹം ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് മമതാ ബാനർജിയുമായി കൂട്ടുകെട്ടുണ്ടാക്കുകയും മമതാ ബാനർജിയെ കൽക്കട്ടയിൽ പോയി കാണുകയും അവരാവശ്യപ്പെട്ടത് പ്രകാരം ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ പുറകെയാണ് PV അൻവർ പോയതെങ്കിൽ 1.5 വർഷക്കാലം അദ്ദേഹത്തിന് MLA എന്ന രീതിയിൽ തുടരാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഏതൊരു സമൂഹത്തെയാണോ പ്രതിദാനം ചെയ്യുന്ന അവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിലപ്പെട്ട ഒരു MLA സ്ഥാനം വേണ്ട എന്ന് വച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചത്. അദ്ദേഹം ഇന്ന് വളരെ അർത്ഥശങ്കയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല. കാരണം ഒരു അധികാര രാഷ്ട്രീയമല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രയാസത്തിൽ അവരില്ലായ്മയായിട്ട് ആളുകൾ കാണാം. ഇപ്പോ രാജിവെക്കാൻ LDFന്റെ പിന്തുണയോടുകൂടി ജയിച്ച ശേഷം വരുമോ എന്ന ഭയമാകാം. പക്ഷേ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നിലമ്പൂർ മണ്ഡലത്തിലാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ ആ വോട്ടിന്റെ വർധനവ് നമ്മൾ കണ്ടതല്ലേ? അത് അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലയല്ല. അദ്ദേഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ബൈ ഇലക്ഷന് മത്സരിച്ചാൽ അവിടെ ഒരു ആശങ്കക്കും അടിസ്ഥാനമില്ല. അദ്ദേഹം ഒരു ജയിച്ചതുപോലെ PC ജോർജ് പൂഞ്ഞാറിൽ ജയിച്ചതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ വലിയ ഗ്ലാമർ ആണല്ലോ ഉപതെരഞ്ഞെടുപ്പിന്. ആ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ PV അൻവർ ജയിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി ഒരു നല്ല നിലയിൽ എത്തില്ലായിരുന്നോ? വിലപേശൽ ശക്തി കൂടിയനെ. ഇതിപ്പോ ഞാൻ മത്സരിക്കുന്നില്ല, വേണേ മത്സരിക്കുന്ന ആളുകളെ ജയിപ്പിക്കാന്ന് പറയുമ്പോൾ ആ ഒരു വിലപേശൽ ശക്തി കുറയല്ലേ? അദ്ദേഹത്തിന്റെ ഗ്രാസ് റൂട്ടിലുള്ള ജനകീയ പിന്തുണ അദ്ദേഹത്തിന് ഇന്നുമുണ്ട്. അത് നിലമ്പൂർ മണ്ഡലത്തിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ 140 അസംബ്ലി മണ്ഡലത്തിലും അദ്ദേഹത്തിന്റെ നല്ലൊരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അത് ഈ 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് നിരന്തരമായി ആളുകൾ ബന്ധപ്പെടുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ മുൻ MLA നിലവിലുള്ള MLA അദ്ദേഹം അതാണ് നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചത്. ചിലപ്പോൾ നിലമ്പൂർ ഇലക്ഷന് അതോടൊപ്പം തന്നെ വേറൊരു മണ്ഡലത്തിലും ബൈ ഇലക്ഷൻ വന്നുകൂടായികയില്ല. കാരണം അദ്ദേഹത്തെ സമീപിക്കുന്ന ജനപ്രതിനിധികൾ അത്രമാത്രം വലുതാണ്. അത് അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യതയ്ക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ്. ശ്രീ KP നൗഷാദ് അലി, ഇവിടെ ഇപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതാണല്ലോ അടുത്ത കേരളത്തിൽ നടക്കാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാമാങ്കം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ആയിരിക്കും അതെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. ഇനി 1.5 വർഷമേ ഉള്ളൂ. അപ്പോൾ ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നിരുപാധികമായ പിന്തുണ PV അൻവർ തരുന്നു. എന്തായാലും വേണ്ട എന്ന് UDF വെക്കില്ലല്ലോ. അപ്പോൾ അൻവറിന് കൂടി സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി എന്ന കാര്യം
അംഗീകരിക്കേണ്ടി വരില്ലേ നിങ്ങൾക്ക്? ഇന്നിപ്പോൾ രാഷ്ട്രീയ ഉപശാലകളിലെ വർത്തമാനം VS ജോയിയുടെ പേര് അൻവർ നിർദ്ദേശിച്ചതോടുകൂടി ജോയിയുടെ സാധ്യതകൾ കുറഞ്ഞു എന്നൊക്കെയാണ്. ഇതിന്റെ ആവശ്യമുണ്ടോ? അൻവറിന് ഇവിടെ പറഞ്ഞതുമാതിരി അൻവർ 2 തവണ ജയിച്ച മണ്ഡലമാണ്, കോൺഗ്രസിന്റെ കുത്തക സീറ്റ് പിടിച്ചെടുത്ത് ജയിച്ച മണ്ഡലമാണ്. അൻവർ UDF പക്ഷത്തേക്ക് വരുന്നു. അപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവറിനൊരു സേ ഇല്ലേ? അല്ല, അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ തന്നെ നേരത്തെ പറഞ്ഞു, ഞാനൊരു റിക്വസ്റ്റ് നടത്തിയതാണ്. അൻവർ ഇങ്ങനെ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ട്, അദ്ദേഹം പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്, പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട്, തിരുത്തുന്നുണ്ട്, മാപ്പ് പറയുന്നുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില ആഗ്രഹങ്ങളോ അഭിപ്രായങ്ങളോ ആണ്. അതിനാനുപാതികമായി UDF കോൺഗ്രസോ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. സമാനമായ നിലപാടുകൾ അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും കൈക്കൊണ്ടിരുന്നു, ചേലക്കരയിലും കൈക്കൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം പാലക്കാട് നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ നേരത്തെയുള്ള പ്രസ്താവന മയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും UDFനെയോ കോൺഗ്രസിനെയോ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കൺസേൺ അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ഞങ്ങൾക്കറിയാം ആരെ സ്ഥാനാർത്ഥിയാക്കണം, എങ്ങനെ മത്സരിപ്പിക്കണം എന്നുള്ളത്. അതൊക്കെ കൃത്യസമയത്ത് നടന്നുകൊള്ളും. അതിനെ പിന്തുണക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അത്തരം പിന്തുണക്കലൊക്കെ ഉണ്ടാകുമ്പോൾ പല രാഷ്ട്രീയ രാസപരിണാമങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊക്കെ തത്വദീക്ഷയോടുകൂടി രാഷ്ട്രീയപരമായി നയപരമായി വിഷയങ്ങളിൽ ഇടപെട്ട് നീങ്ങണം. നിലമ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണ്. മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് ചുരുക്കം സീറ്റുകളേ ഉള്ളൂ. ഇപ്പോൾ നിലമ്പൂര്, തവനൂര്, പൊന്നാനി പോലെ, വണ്ടൂര് പോലെ. അതിൽ ഈ കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകൾ മിക്കവാറും സീറ്റുകൾ ഇപ്പോൾ തവനൂരും പൊന്നാനിയും CPM ജയിക്കുന്ന സീറ്റുകളാണ്. പിന്നെ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ വണ്ടൂര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. അപ്പൊ നിലമ്പൂർ സീറ്റ് എന്തായാലും വേറെ ആർക്കും കൊടുക്കാൻ കോൺഗ്രസിന് പറ്റില്ലല്ലോ. അൻവറിനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുകയും വേണം, അല്ലാതെ വെറുതെ ഒരാൾ പിന്തുണയ്ക്കൂ. അപ്പൊ അൻവറിനെ ആര് അക്കോമഡേറ്റ് ചെയ്യും? ലീഗിന് ഒരു സീറ്റ് കൊടുക്കുമോ അൻവറിന്? ഇതൊക്കെ ഇതിലും വലിയ സങ്കീർണമായ സമസ്യകൾക്കൊക്കെ പരിഹാരം നിരന്തരം കാണുന്ന ഒരു സംവിധാനമാണ് UDF. ഏതായാലും ഇപ്പോൾ ഒരു 10 മാസം മുമ്പോ 1 വർഷം മുമ്പോ ഒക്കെ ഇവിടെ CPMകാർ നിരന്തരം ഒരു പ്രചാരവേല ഉണ്ടാക്കിയിരുന്നല്ലോ. ലീഗ് UDFൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അവർ ലീഗിനെ പല സമരങ്ങളിലേക്കും ക്ഷണിക്കുന്നു, ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ലീഗ് പാരമ്പര്യമായിട്ട് തന്നെ വളരെ വലിയ ദേശീയ രാഷ്ട്ര നിർമ്മാണത്തിൽ സംഭാവനകളുള്ള പാർട്ടിയാന്നൊക്കെ അവർ പല സർട്ടിഫിക്കറ്റും ലീഗിന് കൊടുത്തു. ഇപ്പോൾ ഇതാ ലീഗിനെ അവർ തീവ്രവാദികളുമായിട്ട് കൂട്ടിക്കെട്ടുന്ന അല്ലെങ്കിൽ മറ്റു ചില വഴി പഴച്ചു പോകുന്ന തരത്തിലുള്ള പാർട്ടിയായിട്ടൊക്കെ ചിത്രീകരിച്ച് അവർ ലീഗിനെ മാറ്റുകയാണ്, നിരന്തരം വർഗീയത പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ആളുകളെയൊക്കെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ എതിരിടണം, നേരിടണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ആ ലീഗിനെ കൊണ്ടുപോകുന്ന കാലത്ത് നിങ്ങൾ എത്ര കൊണ്ടുപോകുമെന്ന പ്രതീതി ഉണ്ടാക്കി നിങ്ങളൊക്കെ എത്രയോ തവണ ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചക്കൊക്കെ ഇന്ന് വല്ല റെലവൻസും ഉണ്ടോ? അപ്പോൾ ഇത്തരത്തിലൊക്കെ അൻവർ പറയുന്ന കാര്യങ്ങളൊന്നും UDFനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ അജണ്ടയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനവും നിലപാടും ഉണ്ട്. അതിനോടൊപ്പം ചേരാൻ താല്പര്യമുള്ളവർക്ക് അതിനോട് സമരസപ്പെട്ട് മുന്നോട്ട് നീങ്ങാം. പ്രത്യയശാസ്ത്രപരമായി ഞങ്ങളുമായിട്ട് ഒരു ആഭിമുഖ്യം പുലർത്തി അതിനാനുപാതികമായി രാഷ്ട്രീയമായിട്ട് നീങ്ങുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഇത് വല്ല കാസിനോ ഗെയിമൊന്നും അല്ല. ഇത് അങ്ങോട്ട് ചീട്ടെറിഞ്ഞുകൊണ്ട് അങ്ങനെ മലയോളം വാരിപ്പോകാം എന്നുള്ള വ്യാമോഹമൊക്കെ നടത്താൻ ഇത് വല്ല മൈനിങ് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കാസിനോ ഏർപ്പാടൊന്നുമല്ല. ഇത് രാഷ്ട്രീയമാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയമാണ്. നീതിയും ന്യായവും രാഷ്ട്രീയ സത്യസന്ധതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന് ആനുപാതികമായി കൊടേക്കൊള്ളുന്ന വടിയാകാൻ പറ്റുന്നവർക്കൊക്കെ ഇതിന്റെ ഭാഗമാകാം. ശരി, അത്രേ ഉള്ളൂ. പക്ഷേ അതിലൊക്കെ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ശരി, വരികൾക്കിടയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഇത് മൈനിങ് ബിസിനസ് അല്ല, രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോൾ LDFനെ സംബന്ധിച്ച് നോക്കൂ, മലബാറിൽ വിശേഷിച്ച് മലപ്പുറം ജില്ലയിൽ UDFന് വലിയ അപ്രമാദിത്വമുണ്ട്. അതിനെ മറികടക്കാൻ LDF ശ്രമിച്ചത് സ്വതന്ത്രന്മാർ വഴിയാണ്, പഴയ കോൺഗ്രസ്സുകാർ വഴിയാണ്. ഇവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരാണ്. PV അൻവറും അബ്ദുറഹ്മാനും ഒക്കെ പഴയ കോൺഗ്രസ്സുകാരാണ്. അല്ലെങ്കിൽ പൊതുധാരയുടെ ഭാഗമായി ലീഗിന്റെ ഭാഗമായി നിന്ന ആളുകളും KT ജലീൽ മുതൽ പെരിന്തൽമണ്ണയിൽ മത്സരിച്ച മുസ്തഫ വരെ ഇങ്ങനെ UDF സംവിധാനത്തിന്റെ ഭാഗമായി നിന്ന പരമ്പരാഗത കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥിമാരാക്കുക, ജയിപ്പിക്കുക തുടങ്ങിയ സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അൻവർ വഴി അതിനൊരു റിട്ടേൺ, അതിന്റെ ഒരു ശീർഷാസന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അൻവർ തിരിച്ചു പോകുന്നു, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പാളുന്നു. അപ്പോൾ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മലപ്പുറം ജില്ല UDFന് ഒരു കോട്ടകൊത്തളമായി നിൽക്കും. നിങ്ങളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഇൻറോഡ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതൽ പരിമിതപ്പെടുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്നല്ലേ അൻവറിന്റെ പിൻവാങ്ങലോടുകൂടി മനസ്സിലാവുന്നത്?
അങ്ങനെ ഒരു വിലയിരുത്തലിലേക്കൊന്നും എത്താൻ കഴിയില്ല. ഇപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നു എന്നത് തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ സീനിയർ നേതാക്കൾ വലിയ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാവുക എന്ന് പറയുന്നില്ലേ, അൻവർ ഇപ്പോൾ CPM-നും പിണറായിക്കെതിരെ പറയുന്നതുകൊണ്ട് അൻവറെ സപ്പോർട്ട് ചെയ്യാന്നുള്ള UDF-ന്റെ തീരുമാനം തൃണമൂൽ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അസംതൃപ്തരായ കോൺഗ്രസ് നേതാക്കളായിരിക്കും തൃണമൂലിലേക്ക് ആദ്യം ചേക്കേറുക. ഒരൊറ്റ CPM-കാരനും ഒറ്റ ഇടതുപക്ഷക്കാരനും തൃണമൂലിലേക്ക് പോവില്ല. കോൺഗ്രസിന്റെ ജനിതകത്തിലുള്ള സംഘടനയാണ് തൃണമൂല്. അതുകൊണ്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് വളരെ കൃത്യമായി ആ അപകടം ചൂണ്ടിക്കാണിച്ചത്. അൻവർ തൃണമൂലുമായിട്ട് വരുമ്പോൾ അത് ഇടതുപക്ഷത്തെയല്ല ബാധിക്കാൻ പോകുന്നത്, കോൺഗ്രസിനെയാണ്. കാരണം തൃണമൂലിന്റെയും കോൺഗ്രസിന്റെയും ജനിതകം ഒന്നാണ്, അവരുടെ DNA ഒന്നാണ്. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിലെ സതീശനോട് വിദ്വേഷമുള്ള ആൾക്കാരുണ്ട്, ചെന്നിത്തലയോട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. എന്റെ ചോദ്യം CPM-ന്റെ മലപ്പുറം മോഡൽ പരീക്ഷണത്തെ കുറിച്ചാണ്. ഇപ്പൊ മലപ്പുറത്തെ പണച്ചാക്കുകളെ, പൈസക്കാരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി ലീഗിനെയോ കോൺഗ്രസിനെയോ പരാജയപ്പെടുത്തുക എന്നുള്ള സ്ട്രാറ്റജി ഇപ്പൊ തുടങ്ങിയതൊന്നുമല്ല. മാക്കലിയെ, മഞ്ഞളാംകുഴി അലിയെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നു, മങ്കട ജയിക്കുന്നു. മഞ്ഞളാംകുഴി അലി തിരികെ പോയിട്ട് പിന്നെ ആ മണ്ഡലം ജയിച്ചിട്ടില്ല കേട്ടോ. കൂടെ നിങ്ങളുടെ കുറച്ചുകൂടി ആളുകൾ അങ്ങോട്ട് പോയതല്ലാതെ അതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പല മുതലാളിമാരെ, അൻവറിനെ, അബ്ദുറഹ്മാനെ, ഫാൽക്കണിന്റെ മുതലാളിയെ, KPM-നെ, ഇങ്ങനെ മലപ്പുറത്ത് സാമാന്യം ഇറക്കം പൈസയുള്ള ആളുകൾക്കൊക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാവാം എന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പിന്മടക്കം, തിരിച്ചുപോക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, രാഷ്ട്രീയത്തിൽ ഇപ്പോ അൻവർ പോകുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരട്ടെ, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സന്ദർഭത്തിലെ നമുക്ക് പറയാൻ പറ്റൂ. നിലമ്പൂർ മണ്ഡലത്തില് അൻവർ UDF പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ഇന്നത്തെ UDF-ന്റെ നിലയായിരിക്കുകയോ മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുക? അല്ല, അത് വളരെയേറെ അസംതൃപ്തിയുള്ള വിഭാഗങ്ങൾ രംഗത്ത് വരും. അപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിന്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്തും, ഇടതുപക്ഷം എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കും. മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക ടാക്ടിക്സ് ഒന്നും ആവശ്യമില്ല. മലപ്പുറം ജില്ലയിലും ഇടതുപക്ഷം അതിന്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് അതിനനുയോജ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലും തവന്നൂരിലും താനൂരിലുമൊക്കെ ഇടതുപക്ഷത്തിന് ഇപ്പോ പ്രതിദാനം ചെയ്യാൻ കഴിയുന്നത്. നിലമ്പൂരിലും അങ്ങനെ അപ്പൊ കോൺഗ്രസ് വഴി, നിസാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് വഴി, കരുണാകരൻ ഗ്രൂപ്പ് വഴി DIC-യിൽ വന്ന് പല ആളുകളും DIC-യിൽ നിന്ന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു. അതിലൊരാളാണ് മിസ്റ്റർ അൻവർ. അപ്പൊ അൻവർ ഇടതുപക്ഷത്തോടൊപ്പം വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്, CPM-ന്റെ സീറ്റിലാണ് അൻവർ മത്സരിച്ചത്. ഇപ്പോ അദ്ദേഹം ഇടതുപക്ഷം വിട്ട് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ പോകുമ്പോ മലപ്പുറം ജില്ലയിലെ UDF-ലും കോൺഗ്രസിലും അത് ഉണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പങ്ങൾ എന്തായിരിക്കുമെന്ന് ഇപ്പൊ നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? ശരി, അത്തരം നിലപാടുകൾ വ്യക്തമായി വരട്ടെ. നിലപാടുകൾ വരുമ്പോൾ നമുക്ക് പറയാം. ശരി, ഓക്കെ. ശ്രീ നിസാം സയ്യിദ്, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് മലപ്പുറം ജില്ലയിൽ മത്സരിക്കാനുള്ള സീറ്റുകൾ കുറവാണ്. ഇനി മത്സരിക്കുന്ന സീറ്റുകളിൽ തന്നെ CPM-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ് 2 നിലമ്പൂരടക്കം. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. മലപ്പുറമാണ് UDF-ന്റെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നമ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ജില്ല. അപ്പൊ അവിടെ ആരുടെ ചെലവിൽ അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. കോൺഗ്രസ് ഒരു സീറ്റ് എടുത്ത് അൻവറിന് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ സീറ്റിൽ പോലും പലപ്പോഴും ലീഗിന്റെ നോമിനികൾ വരാറുണ്ട്. കഴിഞ്ഞ തവണ ഫിറോസ് കുന്നംപറമ്പിൽ ശരിക്കും ലീഗിന്റെ സമ്മർദ്ദം വഴി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആളാണ്. ഇങ്ങനെ ഒരുപാട് സഹിക്കേണ്ടി വരുന്ന ഒരു പാർട്ടിയാണ് മലപ്പുറത്ത് കോൺഗ്രസ്. അപ്പോൾ എങ്ങനെയാണ് അൻവറിനെ കൂടി ആ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യുക? കോൺഗ്രസ് ആണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എങ്കിൽ മലപ്പുറം ജില്ലയിൽ ഏതായാലും നിലമ്പൂർ കൊടുത്തൊരു അക്കോമഡേഷൻ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൻ്റെ പ്രസക്തി അറിയിക്കുക, ആ പ്രസക്തി വെച്ച് UDF-മായി കൂടുതൽ അടുക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി മാത്രമാണ്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലം അദ്ദേഹം തന്നെ പറഞ്ഞു അത് മലപ്പുറം ജില്ലയിലാണോന്നില്ല എന്ന്. അദ്ദേഹം പാലക്കാട്, പട്ടാമ്പി പോലെയുള്ള, അല്ലെങ്കിൽ കോഴിക്കോട്, തിരുവമ്പാടി പോലെയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതായി വാർത്തകൾ നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിന് കൂടുതൽ വിട്ടുവീഴ്ച നൽകാൻ കഴിയും എന്ന് ഞാൻ കരുതില്ല. പക്ഷെ നിലമ്പൂരിൽ സംഭവിച്ചൊരു കാര്യം, നിലമ്പൂർ CPM-ന് വളരെ അടിസ്ഥാനമുള്ള, വളരെ അടിത്തറയുള്ള ഒരു മണ്ഡലമായിരുന്നു. അതായത് കുഞ്ഞാലിയും CPM ഇതിനോട് TK ഹംസയും ഒക്കെ മത്സരിച്ച് വിജയിച്ച ഒരു മണ്ഡലമായിരുന്നു. പക്ഷേ നിലമ്പൂരിലെ CPM-നെ പൂർണ്ണമായും അൻവർ ഹൈജാക്ക് ചെയ്തു എന്നുള്ളൊരു അവസ്ഥയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് ബൈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ അവിടെ കുറേ ദിവസം ചെലവഴിച്ച ഒരാളാണ്.
ആ മണ്ഡലത്തിൽ LDFിൻ്റെ പ്രചരണം പൂർണ്ണമായും അസാന്നിധ്യത്തിലൂടെയാണ് ശ്രദ്ധേയമായത്. അവിടെ LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്ന യാതൊരു വിധമായ ലക്ഷണങ്ങളും ആ മണ്ഡലത്തിലായിരുന്നു. LDF മെഷീനറി പൂർണ്ണമായും അവിടെ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അൻവർ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോലും കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ അഭിലാഷോട് ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഈ ബൈ ഇലക്ഷൻ നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഈ ബൈ ഇലക്ഷൻ 15 മാസമാണ് അടുത്ത തെരഞ്ഞെടുപ്പിലുള്ളത്. 1.5 കൊല്ലം, 15 മാസമാണുള്ളത്. ഇപ്പോൾ ദേശീയ തലത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പുകളൊന്നും വരാനില്ല. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യത്തിൽ CPM-ന് യാതൊരു താല്പര്യവും കേരളത്തെ സംബന്ധിച്ച് 6 മാസം 8 അത് നവംബറിലാണ്. അത് കഴിഞ്ഞു 6 മാസത്തിൽ കൂടുതൽ. അത് നവംബറിലാണ്. ഒക്ടോബർ നവംബറിൽ എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തിൽ കുറവാണെങ്കിൽ കഴിയുന്നത്ര ഈ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ CPM ശ്രമിക്കും. BJPക്കും ഈ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഇപ്പം റിപ്പോർട്ട് ചെയ്യുന്നത് താമസിപ്പിക്കാം, പലവിധ രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ തെരഞ്ഞെടുപ്പിനെ താമസിപ്പിക്കാൻ കഴിയും. അത്തരമൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പോലും പ്രിമച്ചറാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി, എന്തായാലും ഒരു വർഷത്തിൽ 3 മാസവും എന്തായാലും ബാക്കി നിൽക്കുന്നു. അത്രയും കാലം ഈ പറഞ്ഞ നിലമ്പൂരിലെ ജനങ്ങൾക്കൊരു ജനപ്രതിനിധി ഇല്ലാതിരിക്കൽ എത്രമാത്രം ശരിയാവുന്ന പ്രശ്നം ചർച്ചയിലേക്ക് ഉണ്ട്. ഷംസ പറക്കട്ടെ, നേരത്തെ ശ്രീ നൗഷാദ് അലി പറഞ്ഞത് വളരെ കൃത്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ചൂതുകളിയല്ല. ഇങ്ങോട്ട് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറെ വാങ്ങുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തിശുദ്ധിയുടെയും പ്രത്യയശാസ്ത്ര നിബദ്ധതയുടെയും ഒക്കെ കൂടി ഒരു അരങ്ങാണ് എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പോൾ ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അൻവർ അങ്ങോട്ട് ചെന്നാൽ ഉടനെ അവിടെ കസേര വലിച്ചു ഇടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മലയാളം അല്ല, PV അൻവർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് ഈ പിണറായിസത്തെ പരാജയപ്പെടുത്തുന്നതിന്, അടുത്ത UDF ഗവൺമെൻറ് തിരിച്ചു വരുന്നതിന് അദ്ദേഹത്തിൻ്റെ മത്സരമല്ല ഇവിടെ പ്രധാനം. അതിനുവേണ്ടി ഒരു വോട്ടും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് UDFന് പിന്തുണ കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ സീറ്റ് ഉറപ്പിച്ചുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ UDF പ്രവേശനം ഉറപ്പിച്ചുകൊണ്ടോ അല്ല. എന്ത് പ്രയാസം നേരിട്ടാലും എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും പിണറായിസത്തെ പരാജയപ്പെടുത്തുന്നതിന് UDF തിരിച്ച് അധികാരത്തിൽ വരുന്നതിന് എന്ത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, UDFന് തിരികെ അധികാരത്തിൽ വരാൻ അൻവറിന്റെ സഹായം വേണോ എന്ന കാര്യം UDF സ്വാഭാവികമായും ജനാധിപത്യത്തിൽ 51% വലുത്. അതിൽ ഒരു വോട്ടും വലുതാണ്. അത് തിരിച്ചറിയുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ. PV അൻവർ ഇന്ന് ഒരു കണക്ക് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. LDF നിരന്തരമായി 3 വട്ടവും 4 വട്ടവും ജയിച്ച 60-62 മണ്ഡലങ്ങളിൽ അതിൽ 10-22 മണ്ഡലങ്ങൾ 6000 താഴെ വോട്ടിലാണ് LDF ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ വോട്ടും വളരെ വിലപ്പെട്ടതാണ് എന്നുള്ള നിലയിൽ ഇത്രമാത്രം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന PV അൻവറിൻ്റെ 10 വോട്ടാണെങ്കിലും ഓരോ വോട്ടാണെങ്കിലും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസം. അൻവറിന്റെ പിന്തുണ സ്വീകരിച്ചു UDF എന്ന് വിചാരിക്കാം. തിരിച്ച് ഒരു കാര്യവുമില്ലാതെ ഞാൻ PV അൻവർ വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ എനിക്ക് എൻ്റെ രാഷ്ട്രീയ നേട്ടമല്ല ഇവിടെ വരുത്. ഞാൻ ഇവിടെ പ്രതിദാനം ചെയ്യുന്ന ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ്. അവരനുഭവിക്കുന്ന പ്രയാസം നേരിടുന്നതിന് വേണ്ടി LDF ഗവൺമെൻറ് പരാജയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി UDF അധികാരത്തിൽ വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ സീറ്റ് കിട്ടാതിരിക്കുക. അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അൻവറിനെ പോലെ ഒരു ബിസിനസ്മാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് എങ്ങനെയാണ് പാർലമെന്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ ചെയ്യുക? അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടല്ല UDFന് നിരുപാധിക പിന്തുണ കൊടുക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പിന്നെ അദ്ദേഹത്തിന് ജനപിന്തുണ തിരിച്ചറിഞ്ഞുകൊണ്ട് UDF അദ്ദേഹത്തിന് ഒരു അക്കോമഡേഷൻ കൊടുക്കുമെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. അതാണ് രാഷ്ട്രീയപരമായി എല്ലാവരും ചർച്ചയിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനസമ്മതിയിൽ UDFന് കിട്ടുന്ന ആ വോട്ട് അതിന് തിരിച്ചും ഒരു സഹായം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു അക്കോമഡേഷൻ UDF കൊടുക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. നൗഷാദ് അലി, അത്
അങ്ങോട്ട് പിന്തുണ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായും തിരികെ അക്കോമഡേഷൻ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് UDF. പല രാഷ്ട്രീയ കക്ഷികളെ, ഫോർവേഡ് ബ്ലോക്ക് പോലെയുള്ള ഇടതുപക്ഷ കക്ഷികൾ പോലും, ദേശീയതലത്തിൽ LF-ന്റെ ഭാഗമായിട്ടുള്ള കക്ഷികൾ പോലും ഇവിടെ UDF-ന്റെ ഭാഗമാണ്. RSP UDF-ന്റെ ഭാഗമാണ്. അപ്പോൾ PV അൻവർ എന്ന് പറയുന്നത് ഇങ്ങനെ അനാഥപ്രേതം പോലെ അക്കോമഡേഷൻ കിട്ടാതെ അലയേണ്ട ഒരാളാണോ? അല്ല, ഇവിടെ ഈ രാഷ്ട്രീയത്തിലെ അക്കോമഡേഷൻ എന്നൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളത് നോ എന്നൊരു എന്നേക്കുമായൊരു വാചകമൊന്നും രാഷ്ട്രീയത്തിലില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ ഒത്തുപോകുമ്പോൾ അത് ജനങ്ങൾ കൂടി അംഗീകരിക്കുന്ന, അവർക്ക് കൂടി സമ്മതമാകുന്ന ഒരു ഫോർമുലയിൽ അത് ഉരുത്തിരിയേണ്ടതുണ്ട്. അത്തരം പ്രത്യുൽപ്പന്ന മതിത്വവും ഔചിത്യവും ഒക്കെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന മുറക്ക് രാഷ്ട്രീയത്തിൽ പലതരത്തിലുള്ള പാരസ്പര്യങ്ങളും ഉണ്ടാവും. അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി കൈവരും. അതിനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ള ആളുകൾ ചെയ്യേണ്ടത്. അല്ലാതെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചും തീരുമാനിച്ചും അതിനിടയിൽ ആളുകളെ രണ്ട് തട്ടിലാക്കിയൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഒക്കെ അലോസരമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഔചിത്യബോധം കൈവരിക്കട്ടെ, പ്രത്യുൽപ്പന്ന മതിത്വം, ഒരു കോമൺ സെൻസ് കൈവരിക്കട്ടെ, ഒരു രാഷ്ട്രീയ മിനിമം ഒരു ബോധ്യവും ബോധവും ഒക്കെ ഉണ്ടായി മുന്നോട്ട് പോകുന്ന മുറക്ക് താഴെ ഇറക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞു. അവിടെ ജയസാധ്യത DCC പ്രസിഡന്റ് PJ ജോയി എന്നുള്ള നിലയിൽ അദ്ദേഹം ജോയിയുടെ കോൺഗ്രസ് അവിടെ PV അൻവർ മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. ബഹുമാനപ്പെട്ട AICC നേതൃത്വമാണ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. അതിൽ യാതൊരു തർക്കവും PV അൻവറിനില്ല. കോൺഗ്രസ് നേതൃത്വം ആരെ പ്രഖ്യാപിച്ചാലും PV അൻവർ പിന്തുണ കാര്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഒരു നിർദ്ദേശം UDF നേതൃത്വത്തോട് വെച്ച് അദ്ദേഹം ഒരിക്കലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ PV അൻവർ ആളല്ല. അദ്ദേഹം ആ മണ്ഡലത്തിലെ പ്രതിനിധി എന്ന നിലയിൽ, ഇന്നലെ വരെ ആ മണ്ഡലത്തെ പ്രതിനിധി എന്ന നിലയിൽ, ആ മണ്ഡലത്തിൽ ഗ്രാസ് റൂട്ടിൽ ബന്ധമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഒരു പേര് നിർദ്ദേശിച്ചെന്നുള്ളൂ. കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും PV അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ. ജോയി ആണെങ്കിൽ 30,000 വോട്ടിന് ജയിക്കും, പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഉണ്ടാവുന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കത് പറയാൻ പറ്റില്ല. ജോയിയുടെ വിജയം ഞാൻ ഉറപ്പാക്കാം, മറ്റത് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് അത്ര നല്ല നിലയ്ക്കാവില്ലല്ലോ ദഹിക്കുക. എന്തായാലും ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ PV അൻവർ, ശ്രീ ഹംസ പറക്കാട്ട്, ശ്രീ KP നൗഷാദ് അലി, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ നിസാം സൈദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.